ഓണം സദ്യ തയ്യാറാക്കാൻ വേണ്ടി ഇത്രയും വെജിറ്റബിളാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും പച്ചക്കറികൾ കൊണ്ട് നമുക്ക് 4 മുതൽ 6 പേർക്ക് വരെയുള്ള സദ്യക്കുള്ള കറികൾ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് വേസ്റ്റേജ് ഇല്ലാതെ എളുപ്പത്തിൽ ഇത്രയും പച്ചക്കറികളൊക്കെ എടുത്താൽ നമുക്ക് ഈസി ആയിട്ടൊരു സദ്യ ഉണ്ടാക്കിയെടുക്കാം. 2 മണിക്കൂർ കൊണ്ട് നമുക്ക് സദ്യ തയ്യാറാക്കിയെടുക്കാം. ഞാൻ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് മത്തങ്ങയാണ്. മത്തങ്ങ ഇതൊരു ചെറിയ പീസ് മത്തങ്ങയാണ് കേട്ടോ, ഒരുപാട് വലിയ പീസല്ല, ചെറിയൊരു പീസ് മത്തങ്ങയാണ്. ഈ മത്തങ്ങ നമുക്ക് സാമ്പാറിലും ഇടാം, അതുപോലെ അവിയലിലും ഉപയോഗിക്കാം. പിന്നെ എരിശ്ശേരി ഉണ്ടാക്കുന്നവരാണെങ്കിൽ കുറച്ചുകൂടി അളവിൽ മത്തങ്ങ എടുക്കണം. ഞാനിപ്പോൾ എരിശ്ശേരി ഉണ്ടാക്കുന്നില്ല, അപ്പോൾ സാമ്പാറിനും അവിയലിനും കൂടെ ഇത്ര അളവിൽ മത്തങ്ങ മതിയാവും. വളരെ ചെറിയൊരു പീസ്, ഇത്രയുള്ളൊരു പീസാണ് മത്തങ്ങ ആവശ്യമുള്ളത്. പിന്നീട് ഞാൻ എടുത്തിട്ടുള്ള അടുത്തൊരു വെജിറ്റബിളാണ് ചേന. ചേന നമുക്ക് സാമ്പാറിന് ചേന ചേർക്കുന്നവരുണ്ട്. ഞാൻ പൊതുവേ സാമ്പാറിന് ചേന ചേർക്കാറില്ല, പകരം അവിയലിന് ചേന ചേർക്കും, അതുപോലെ കാളനിലും ചേന ചേർക്കാറുണ്ട്, കൂട്ടുകറിയിലും ചേന ചേർക്കാറുണ്ട്. അപ്പോൾ ചേനയുടെ അളവൊക്കെ വളരെ കുറച്ച് മതി. ഒരുപാട് ചേനയൊന്നും ഈ കറികളിലേക്ക് ആവശ്യമില്ല. ബാക്കിയുള്ള കഷ്ണങ്ങളും കൂടി വരുമ്പോഴേക്കും ഈ ചേനയുടെ അളവൊക്കെ ഇത്ര മതി. ചേനയും ഏകദേശം ഒരു ചെറിയൊരു പീസ് ചേനയാണ് എടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് കുമ്പളങ്ങയാണ്. കുമ്പളങ്ങയും ഒരു ചെറിയ പീസ് കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. കുമ്പളങ്ങ ഓലൻ വെക്കാനും അതുപോലെ സാമ്പാറിനുമാണ് എടുക്കുന്നത്. തയ്യാറാക്കാൻ വേണ്ടി ഒരു ചെറിയ പീസ് കുമ്പളങ്ങ മതി. ഏകദേശം ഈ ഒരു അളവിൽ കുമ്പളങ്ങയുടെ പീസ് മാത്രം ഓലൻ ആവശ്യമുള്ളൂ. അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒറ്റ ഒരു ബീട്രൂട്ടാണ് പച്ചടി ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത്. ഒരുപാട് ബീട്രൂട്ടിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു 4-5 പേർക്കൊക്കെ സെർവ് ചെയ്യാൻ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുമ്പോൾ ഒറ്റ ഒരു ബീട്രൂട്ട് എടുത്താൽ മതി, ആവശ്യത്തിന് ഉണ്ടാവും. ഇനി വേണ്ട ഒരു വെജിറ്റബിളാണ് പടവലങ്ങ. പടവലങ്ങ നമ്മൾ സാമ്പാറിന് ഉപയോഗിക്കും, അവിയലിന് ഉപയോഗിക്കും, കൂട്ടുകറിക്കും ഉപയോഗിക്കും. ചിലർ കൂട്ടുകറിക്ക് ഉപയോഗിക്കാറില്ല, കൂട്ടുകറിക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിനും ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ 3നും പടവലങ്ങ യൂസ് ചെയ്യുന്നുണ്ട്, കൂട്ടുകറിക്കും സാമ്പാറിനും അവിയലിനും. അപ്പം 3നും 3 തരത്തിലാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പം അതിന് വേണ്ടി ഒരു ചെറിയ പടവലങ്ങയുടെ ആവശ്യമുള്ളൂ. ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടെ ആകുമ്പോഴേക്കും പടവലങ്ങയൊന്നും ഒരുപാട് ആവശ്യമില്ല. പിന്നീട് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. സാമ്പാറിൽ ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 2 or 3 ഒക്കെ എടുക്കാം. ഞാൻ സാമ്പാറിൽ പൊതുവെ പൊട്ടറ്റോ യൂസ് ചെയ്യാറില്ല, പകരം അവിയലിൽ പൊട്ടറ്റോ യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ കൂട്ടുകറിയിലും ഞാൻ പൊട്ടറ്റോ യൂസ് ചെയ്യാറ്. പച്ചക്കായ കാളനെടുക്കും, അവിയലിനെടുക്കും, സാമ്പാറിന് കായ ചേർക്കുന്നവരുണ്ട്. ഞാനിവിടെ സാമ്പാറിൽ കായ ചേർക്കണില്ല, അവിയലിനും കാളനുമാണ് കായ എടുക്കുന്നത്. ഒരു കായ അവിയലിനും എടുക്കും, ഒരു കായ കാളനും എടുക്കും. ഇനി അടുത്ത് എടുക്കേണ്ട വെജിറ്റബിൾ മുരിങ്ങക്കായാണ്. ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. മുരിങ്ങക്കായ എപ്പോഴും സാമ്പാറിൽ ഇടണം. സാമ്പാറിൽ മുരിങ്ങക്കായുടെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ മുരിങ്ങക്കായ ഇട്ട് വെക്കുന്ന സാമ്പാറും ഇടാതെ വെക്കുന്ന സാമ്പാറിനും രണ്ടും 2 ടേസ്റ്റാണ്. അതുപോലെ അവിയലിനും മുരിങ്ങക്കായ ആവശ്യമാണ്. പിന്നെ കുറച്ച് ആൾക്കാർ തീയലൊക്കെ വെക്കുവാണെങ്കിൽ അതിനും മുരിങ്ങക്കായ ഉപയോഗിക്കും. ഒരുപാട് ബീൻസ് അല്ല, ഒറ്റ ഒരു കൈപ്പിടി ബീൻസ്. ഇത് നമ്മൾക്ക് സാമ്പാറിലേക്കും ഇടാം, അതുപോലെ അവിയലിലേക്കും ചേർക്കാം. പിന്നെ ബീൻസ് തോരൻ തയ്യാറാക്കുന്നവരാണെങ്കിൽ ഒരു 2 കൈപ്പിടി ബീൻസും കൂടി എടുത്തിട്ട് അത് തോരൻ വെക്കാം. ഇനി എടുത്തിട്ടുള്ള വെജിറ്റബിളാണ് കോവയ്ക്ക. ഇത് ഓപ്ഷനല്ല. കോവയ്ക്ക എടുത്തത് അവിയലിന് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. സാമ്പാറിനും കോവയ്ക്ക ചേർക്കും. ഞാൻ പൊതുവെ സാമ്പാറിൽ കോവയ്ക്ക ചേർക്കാറില്ല, പകരം അവിയലിനാണ് കോവയ്ക്ക ചേർക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. സാമ്പാറിനും ചേർക്കാം, അവിയലിനും ചേർക്കാം. ഉള്ളത് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് വെണ്ടയ്ക്ക. ഞാൻ വെണ്ടയ്ക്ക പച്ചടിയും തയ്യാറാക്കുന്നുണ്ട്, അതുപോലെ സാമ്പാറിനും വെണ്ടയ്ക്ക ആവശ്യം. ചെറുതായി മുറിച്ചെടുത്ത് വറുത്തെടുത്തിട്ടാണ് പച്ചടി തയ്യാറാക്കുന്നത്. പച്ചടിയൊന്നും ഒരുപാട് ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഒരു 3 വെണ്ടയ്ക്ക പച്ചടിക്കും എടുക്കാം, 2 വെണ്ടയ്ക്ക സാമ്പാറിനും എടുക്കാം. ഒരുപാട് വെണ്ടയ്ക്ക സാമ്പാറിലേക്ക് ആവശ്യമില്ല. പിന്നീട് എടുത്തിട്ടുള്ളത് ക്യാരറ്റാണ്. ക്യാരറ്റ് അവിയലിലേക്ക് വേണ്ടി തന്നെ എടുത്തതാണ്. അപ്പോൾ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. തക്കാളി ഞാൻ ചേർക്കുന്നത് സാമ്പാറിന് മാത്രമാണ്, വേറെ ഒരു കറിക്കും ഞാൻ തക്കാളി ചേർക്കാറില്ല. അപ്പോൾ സാമ്പാറിലേക്ക് വേണ്ടി മാത്രമാണ് ഈ 2 തക്കാളി എടുത്തിട്ടുള്ളത്. ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കുന്ന അച്ചാറായതുകൊണ്ട് തന്നെ ഒരു 3 മാങ്ങ എടുത്തിട്ടുള്ളൂ. ഒരുപാട് നാളത്തേക്ക് വെക്കാനുള്ള അച്ചാറല്ല, അതുകൊണ്ട് തന്നെ നല്ല പുളിയുള്ള 3 പച്ച മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് ഞാൻ ഇഞ്ചിക്കറി തയ്യാറാക്കുന്നുണ്ട്, അതുപോലെ നാരങ്ങ അച്ചാറും തയ്യാറാക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് വേണ്ടി കുറച്ച് പച്ചമുളക് എടുത്ത് വെക്കാം. പച്ചടിക്ക് അരപ്പിൻ്റെ കൂടെ പച്ചമുളക് ചേർക്കണം, അതുപോലെ കഷ്ണങ്ങൾ വേവിക്കാൻ നേരത്ത് പച്ചമുളക് ചേർക്കണം. അവിയലിനും സാമ്പാറിനും മിക്കവാറും ഉള്ള
സദ്യ വിഭവങ്ങൾക്കൊക്കെയും പച്ചമുളകാണ് നമ്മൾ ചേർക്കുന്നത്. ഒരുപാട് മുളക് പൊടി സദ്യ വിഭവങ്ങൾക്ക് ചേർക്കാറില്ല. അപ്പോൾ പച്ചമുളക് ആവശ്യത്തിന് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തു വയ്ക്കാം. ചെറിയുള്ളി ചെറുതായി മുറിച്ചെടുത്ത് വയ്ക്കാം. അത് ഒരുപാടൊന്നും ആവശ്യമില്ല, വളരെ കുറച്ച് മാത്രം എടുത്തു വെച്ചാൽ മതി. അരപ്പിലൊക്കെ ചേർക്കാൻ വേണ്ടി മാത്രമാണ്. സാമ്പാറിലും ചെറിയുള്ളി ചേർക്കാം. ഇനി പരിപ്പ് എടുത്ത് വയ്ക്കാം. പരിപ്പ് സാമ്പാറിന് ഉപയോഗിക്കാം. അതുപോലെ പരിപ്പ് കറി ഉണ്ടാക്കുമ്പോൾ പരിപ്പ് കറിക്കും യൂസ് ചെയ്യാം. പരിപ്പ് കറിക്ക് ചെറിയ പരിപ്പ് ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കാം. അതുപോലെ നിങ്ങൾ ഏത് പരിപ്പാണോ എടുക്കുന്നത് അതെടുക്കാം. ചിലയിടങ്ങളിലേക്ക് ചെറുപയർ പരിപ്പാണ് എടുക്കുന്നത്, ചിലയിടങ്ങളിൽ ചെറുപയർ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ അത് ഏതാണോ നിങ്ങളുടെ നാട്ടിൽ പരിപ്പ് കറി വെക്കുന്നത് അതെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പീസ് പരിപ്പാണ്. പൊതുവേ ഞാൻ പരിപ്പ് കറി വെക്കാൻ വേണ്ടി എടുക്കുന്ന പരിപ്പ് പീസ് പരിപ്പാണ്. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. പരിപ്പ് എടുത്തിട്ടുള്ളത് 1 കപ്പ് പരിപ്പാണ്. പൊതുവേ സാമ്പാറിൽ കുറച്ചൊന്ന് കുറുകിയിട്ടുള്ള സാമ്പാറാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. പരിപ്പ് കറി തയ്യാറാക്കുന്നവരാണെങ്കിൽ 1 കപ്പ് പരിപ്പ് അതിനും കൂടി എടുക്കാം. പരിപ്പ് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് വേവിച്ചെടുത്താൽ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒക്കെ കുറയുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. 2-3 വെളുത്തുള്ളി ഇട്ട് പരിപ്പ് വേവിക്കുന്നതും നല്ലതാണ്. ഓലന് വേണ്ടിയിട്ടുള്ള വൻപയറും എടുത്തു വെക്കാം. ഇത് ഒരുപാട് വൻപയറൊന്നുമില്ല, 1/2 കപ്പ് വൻപയറാണ് എടുത്തിട്ടുള്ളത്. കടല കൂട്ടുകറി വെക്കാനാണ് എടുത്തിട്ടുള്ളത്. കടലയും 1/2 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് കടലയൊന്നും എടുത്തിട്ടില്ല. 1/2 കപ്പ് കടലയും നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ കുതിർത്തി വെക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും ആദ്യത്തെ പ്രീ പ്രിപ്പറേഷനായിട്ട് ചെയ്ത് വെക്കാം.